അന്തരിച്ച CPIM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസലിൻ്റെ മൃതദേഹം അദ്ദേഹത്തിൻ്റെ ചങ്ങനാശ്ശേരി തെങ്ങണയിലെ വീട്ടിൽ പൊതുദർശനം തുടരുകയാണ്. ഇന്ന് 12 മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നത്. ഈ അവസാന നിമിഷങ്ങളിലും അദ്ദേഹത്തെ, തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തിൻ്റെ തെങ്ങണയിലെ ആഞ്ഞിൽമൂട്ടിൽ വീട്ടിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം കോട്ടയം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിച്ച സമയം മുതൽ തന്നെ കാണാൻ സാധിച്ചതാണ്. വലിയ രീതിയിലുള്ള ജനത്തിരക്ക്, ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി അവിടേക്ക് ഒഴുകിയെത്തിയിരുന്നു. അതിനുശേഷം കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിലെ പൊതുദർശനം പൂർത്തീകരിച്ച് ചങ്ങനാശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക്, അദ്ദേഹത്തിൻ്റെ തട്ടകമായ ചങ്ങനാശ്ശേരിയിലെ ഓഫീസിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം എത്തിച്ചപ്പോഴും അവിടെയും നിരവധി ആളുകളാണ് അദ്ദേഹത്തെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി, അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി കാത്തുനിന്നത്. അതിനുശേഷം ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് 5:30 ചങ്ങനാശ്ശേരി തെങ്ങണയിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഭൗതിക ശരീരം എത്തിക്കുന്നത്. ആ നിമിഷം മുതൽ തന്നെ തുടങ്ങിയ ഒരു ജനത്തിരക്ക് ഇപ്പോഴും അതേ രീതിയിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി ഏറെ വൈകിയും ഇവിടേക്ക്, ഈ വീട്ടിലേക്ക് തങ്ങളുടെ പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ആളുകൾ ഒഴുകിയെത്തിക്കൊണ്ടേയിരുന്നു. ഇന്ന് രാവിലെ മുതലും അതുതന്നെയാണ് അവസ്ഥ. രാവിലെ മുതൽ വീണ്ടും അതേ രീതിയിലുള്ള ജനത്തിരക്ക് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴും അതേ രീതിയിൽ തന്നെ ആളുകൾ ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും ഈ വീടിൻ്റെ മുറ്റം കടന്ന റോഡിലേക്ക് പോലും വലിയ ഒരു നിര തന്നെ കാത്തു നിൽക്കുന്ന ആളുകളുടെ ഒരു വലിയ നിര തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. വർഷങ്ങളായി ചങ്ങനാശ്ശേരിയുടെയും കോട്ടയത്തിൻ്റെയും ഒക്കെ പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന, നാട്ടുകാർക്ക് ഏറെ പ്രിയങ്കരനായിരുന്ന, പാർട്ടി പ്രവർത്തകർക്ക് ഏറെ പ്രിയങ്കരനായിരുന്ന AV റസൽ അപ്രതീക്ഷിതമായി ഉണ്ടായ അദ്ദേഹത്തിൻ്റെ വിയോഗം അത് ഇപ്പോഴും പലർക്കും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. പാർട്ടിയുടെ, തങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ എതിർചേരിയിലുള്ള ആളുകൾ പോലും, മറ്റു പാർട്ടി നേതാക്കൾ പോലും അദ്ദേഹത്തെക്കുറിച്ച് അനുസ്മരിക്കുന്നത് അത്തരത്തിൽ തന്നെയാണ്. എപ്പോഴും രാഷ്ട്രീയ തന്നെ അതീതമായി, അല്ലെങ്കിൽ രാഷ്ട്രീയ തരത്തിലുള്ള ശത്രുതകളുമൊക്കെ ഉണ്ടെങ്കിലും അതിനൊക്കെ അതീതമായി എപ്പോഴും വ്യക്തിബന്ധം കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു നല്ല നേതാവായിരുന്നു AV റസൽ എന്നാണ് മറ്റ് പാർട്ടികളുടെ നേതാക്കളും ഇന്നലെ അദ്ദേഹത്തെ അനുസ്മരിച്ചത്. എന്താണെങ്കിലും SN കോളേജിലെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണ് അദ്ദേഹം SFIയിലൂടെ ഈ പൊതുപ്രവർത്തന രംഗത്തേക്ക് വരുന്നത്. പിന്നീട് DYFIയുടെയും പാർട്ടിയുടെയും ഒക്കെ വിവിധ ചുമതലകളിൽ അദ്ദേഹം ഭാരവാഹിത്വം വഹിച്ചിട്ടുണ്ട്. അതിനുശേഷം കഴിഞ്ഞ 6 വർഷമായി CPIMൻ്റെ കോട്ടയം ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു. അതിനിടയിലാണ് അദ്ദേഹത്തിന് അസുഖം പിടിപെടുന്നത്. പക്ഷേ അദ്ദേഹത്തിന് അർബുദം ഉണ്ട് എന്നുള്ള കാര്യം പൊതുവെ പാർട്ടി പ്രവർത്തകർക്ക് പോലും അറിയില്ലായിരുന്നു. അദ്ദേഹത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് മാത്രമാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു അസുഖമുണ്ട് എന്നുള്ള കാര്യം അറിയുമായിരുന്നത്. പക്ഷേ ഒരിക്കലും മറ്റുള്ള ആളുകൾക്ക് മുൻപിൽ അത് പറയുകയോ അത് അവർക്ക് മനസ്സിലാകാത്ത തരത്തിൽ അദ്ദേഹം ഇടപെടുകയും എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പെട്ടെന്നുണ്ടായ അദ്ദേഹത്തിൻ്റെ വിയോഗം ഇപ്പോഴും പലർക്കും അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. CPIM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ്, തീരാ നഷ്ടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് പാർട്ടിയുടെ നേതാക്കളെല്ലാം ഒന്നടക്കം പറയുന്നു. അതോടൊപ്പം തന്നെ CPIM എന്ന പാർട്ടിയെ മറിച്ചു നിർത്തിയാൽ, അതിന് പുറത്തേക്ക് ചിന്തിച്ചാൽ പോലും വലിയ നഷ്ടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കോട്ടയംകാരെക്കുറിച്ച് അല്ലെങ്കിൽ ചങ്ങനാശ്ശേരിക്കാരെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ അവരുടെ റസലണ്ണൻ അല്ലെങ്കിൽ റസലേട്ട എന്നൊക്കെ വിളിച്ചിരുന്ന അവരുടെ പ്രിയ നേതാവാണ് അവരെ വിട്ടുപോയിരിക്കുന്നത്. വലിയൊരു നഷ്ടം തന്നെയാണ്, നികത്താനാകാത്തൊരു നഷ്ടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നതെന്നാണ് ഒന്നടങ്കം പറയുന്നത്. ഇവിടേക്ക് ഇപ്പോഴും വലിയ രീതിയിലുള്ള ആളുകളുടെ ഒരു വലിയ നിര ഇവിടേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്. ചങ്ങനാശ്ശേരി തെങ്ങണയിലെ ആഞ്ഞിലിമൂട്ടിൽ വീട്ടുവളപ്പിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സംസ്കരിക്കുന്നത്. മന്ത്രിമാരടക്കമുള്ള നിരവധി പ്രമുഖർ ഇപ്പോഴും ഇവിടെ ഈ വീട്ടിൽ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്.
ട്രാൻസ്പോർട്ടർ കിട്ടുന്നു.